ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള ചില വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പല മേഖലകളിലും യുക്തിപരമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അതുപോലെ പങ്കാളികളെ സംബന്ധിച്ച് സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രത്യേക എനർജി ലെവലും അതുപോലെ തന്നെ ചില പ്രത്യേക രീതികളും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ രണ്ട് കൂട്ടർക്കും ഇതിനകത്ത് സംതൃപ്തി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തെക്കുറിച്ചും രീതികളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനകത്തെ പെർഫോമൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പങ്കാളികളെ സംബന്ധിച്ച് ചില സാഹചര്യത്തിൽ സ്വാഭാവികമായ രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരെയും പെട്ടെന്ന് മൂടാക്കുന്ന ചില രീതികളുണ്ട്, ചില മെത്തേഡുകളുണ്ട്. അത് ഏതാണെന്ന് റെസ്പോൺസിൽ കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏത് കാര്യത്തിനകത്താണെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ തൃപ്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർക്കതിനകത്ത് ഒരാഗ്രഹമുണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ ഇത് ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല, മനസ്സും അതനുസരിച്ച് പ്രവർത്തിക്കണം. കാരണം നമുക്ക് രണ്ട് ബോഡിയുണ്ട്, ഒന്ന് ഫിസിക്കൽ ബോഡിയും മറ്റൊന്ന് മെൻ്റൽ ബോഡിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മെൻ്റൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുമാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ചിലരാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് രീതിയാണെങ്കിലും മെത്തേഡാണെങ്കിലും വളരെ സന്തോഷമായിട്ടായിരിക്കും ചെയ്യുന്നത്, കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എന്നാൽ ചിലർക്കാണെങ്കിൽ ഒരു പ്രത്യേക ആത്മവിശ്വാസക്കുറവ് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഫോർപ്ലേ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. ആത്മവിശ്വാസവും സൗന്ദര്യവും ഉള്ളവരെ സംബന്ധിച്ച് ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം നല്ലൊരു ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് 2-3 സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും രീതികൾ രണ്ടാണ്. തന്നെയല്ല, ഓരോ വ്യക്തികൾക്കും വ്യത്യാസമാണ്. ചിലർക്കാണെങ്കിൽ സ്വാഭാവികമായ രീതിയിലുള്ള ചുംബനവും സ്പർശനങ്ങളും മാത്രം മതി. എന്നാൽ ചിലർക്കങ്ങനല്ല, ചില പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചിലർക്കാണെങ്കിൽ ആ സമയത്തെ പെരുമാറ്റ രീതിയും സംസാര രീതിയും വളരെ പ്രധാനമാണ്. പുരുഷനെ സംബന്ധിച്ച് പെട്ടെന്ന് മൂഡാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പതുക്കെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഓരോ സ്റ്റേജിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. മിക്കവാറും പങ്കാളികൾക്ക് അറിയാൻ പറ്റുമല്ലോ ഏത് സമയത്താണിത് ചെയ്യുന്നതെന്ന്, ഇന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്നത്തെ ദിവസം അതിനുവേണ്ടി നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം, ഫിസിക്കലി മെൻ്റലി. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഫയലുകളൊക്കെ തൽക്കാലത്തേക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫാൻറ്റസി കാണണം. അങ്ങനെ മെൻ്റൽ ബാങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളും കാഴ്ചകളും കുറേ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. ഇത് ഷെയറിങ് സമയത്ത് ആക്ഷനാക്കി മാറ്റാൻ പെട്ടെന്ന് പറ്റും എന്ന് കരുതി എല്ലാ ദിവസവും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനോ പെർഫെക്ഷൻ നോക്കാനോ പറ്റിയെന്ന് വരത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആയിരിക്കത്തില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് അതിന് മാറ്റം വരുന്നുണ്ട്. കാരണം ഇവിടെ പങ്കാളികൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ഓൺഗോയിങ് പ്രോസസ്സിംഗ് ആണ്. എപ്പോഴും ഇതിനകത്ത് പൂർണ്ണമായ ഒരു സംതൃപ്തി ആർക്കും കിട്ടത്തില്ല. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം മാറിടത്തിൻ്റെ ഭാഗത്ത് വരുന്ന സ്നേഹത്തിൻ്റെ ഊർജം അത് പങ്കുവയ്ക്കുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും അങ്ങ് ലക്ഷ്യത്തിലെത്തുക, രതിമൂർച്ചയിലെത്തുക എന്നുള്ളതല്ലല്ലോ. അതിലേക്ക് വരുന്ന ഓരോ വഴികളും നമ്മൾ ആസ്വദിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഊർജ്ജമാണ്. ഈ സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ടെൻഷൻ നിറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ ഈ ഊർജ്ജത്തിൻ്റെ ലെവൽ മാറും. അതുകൊണ്ടാണ് ചിലർക്ക് എത്ര ചെയ്താലും ആ സംതൃപ്തി കിട്ടാത്തത്. ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇത് ചെയ്യുന്ന ദിവസം മൂഡ് വരുത്താനായിട്ട് ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് മനഃപൂർവ്വം എടുത്തിടും. മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ കേൾക്കുകയും പറയുകയും കാണുകയൊക്കെ ചെയ്യുമ്പം എവിടൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു കാര്യം സത്യമാണ് കേട്ടോ, നമ്മൾ സന്തോഷിക്കുകയും സുഖിക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ കൊണ്ടാണ്. അതുപോലെ പല പുരുഷന്മാരുടെ ഒരു കൺഫ്യൂഷനാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഏത് സമയത്താണ് പ്രവേശിക്കേണ്ടതെന്ന്. എന്നാൽ ചിലരങ്ങനല്ല കേട്ടോ, അവർക്കിതിനെക്കുറിച്ച് നന്നായിട്ടറിയാം. ഈ ഫസ്റ്റ് സ്റ്റേജ് തന്നെ പല രീതിയിൽ കൂടിയും നീട്ടിക്കൊണ്ടു പോകും. അത് വളരെ രസകരമായിരിക്കുകയും ചെയ്യും. ഇതിന് ശേഷമുള്ള റെസ്പോൺസ് വളരെ പ്രധാനമാണ്.
ശരീരം ചൂടാവും, പിന്നെ പ്രഷർ കുറച്ച് കൂടും, അതുപോലെ കണ്ണിൻ്റെ ഫേസിൻ്റെയൊക്കെ എക്സ്പ്രഷൻ മാറും. അതുപോലെ ഒരു പ്രത്യേക രീതിയിൽ പങ്കാളിയെ നോക്കും. ചിലർക്കാണെങ്കിൽ ചില പ്രത്യേക സംസാരം, ശബ്ദം ഒക്കെയുണ്ട്. തന്നെയല്ല, പ്രവേശിപ്പിക്കാൻ സമയമായി എന്നതിൻ്റെ സിഗ്നലൊക്കെ ചില പ്രവൃത്തിയിൽ കൂടി കാണിക്കും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കണ്ണുകളും ബ്രെയിൻ സിസ്റ്റവുമായിട്ട് ഇതിനകത്തൊരു ബന്ധമുണ്ട്. എന്നുവെച്ചാൽ നന്നായിട്ട് ആസ്വദിക്കുന്ന സമയത്ത് കണ്ണുകൾ അടഞ്ഞ പൊസിഷനിലായിരിക്കും. അതുപോലെ മനസ്സൊരു പ്രത്യേക സ്ഥലത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യുന്നു അവിടെ ഊർജം വന്ന് നിറയാറുണ്ട്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേജിനകത്ത് കുറച്ച് കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിലേ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സമയത്തൊരിക്കലും ലക്ഷ്യം കാണാതെ നിർത്തരുത്. ഇപ്പോൾ സ്നേഹമുള്ള പങ്കാളികളെ സംബന്ധിച്ച് എന്താണ് അവരുടെ മനസ്സ് ഓരോ സമയത്തും ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി ബോഡി ലാംഗ്വേജിൽ കൂടി അറിയാൻ പറ്റും. ഇനി ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലോ അതും അറിയാൻ പറ്റും. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, ഉള്ളിൽ ഇഷ്ടമുണ്ടായിട്ട് പുറമെ ഇഷ്ടക്കേട് കാണിക്കുന്നതും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.